അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് കണ്ണോടിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളെ ഭരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ എത്ര രൂപ ശമ്പളം ലഭിക്കുന്നുണ്ട്? ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിന് പിന്നിലെ കൃത്യമായ കണക്കുകൾ എന്തെല്ലാമാണ്? സുഖ സൗകര്യങ്ങളുടെയും പ്രോട്ടോക്കോളുകളുടെയും കനത്ത സുരക്ഷാ വലയങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ സാമ്പത്തിക രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർക്ക് ഒരേ ശമ്പളമല്ല ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റോ അല്ല സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സസ്പെൻസ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 164(5) പ്രകാരം അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭകൾക്കാണ് ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിയമനിർമ്മാണത്തിലൂടെ നിശ്ചയിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത, ജനസംഖ്യ, ജീവിത ചെലവ്, ഭരണപരമായ സങ്കീർണതകൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഓരോ നിയമസഭയും തങ്ങളുടെ മുഖ്യമന്ത്രിക്ക് എത്ര ശമ്പളം നൽകണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസിത സംസ്ഥാനങ്ങളിലെയും പിന്നോക്ക സംസ്ഥാനങ്ങളിലെയും ഭരണാധികാരികളുടെ വേതനത്തിൽ വലിയ തോതിലുള്ള അസമത്വങ്ങൾ കാണാൻ കഴിയും. മണ്ഡല അലവൻസ്, യാത്രാബത്ത, ക്ഷാമബത്ത, ഓഫീസ് നടത്തിപ്പ് ചെലവുകൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ ചേർത്ത് വച്ചാണ് ഈ ശമ്പളത്തിൻ്റെ അന്തിമ രൂപം തയ്യാറാക്കുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോടികളുടെ ബജറ്റ് നിയന്ത്രിക്കുന്ന ചില മുഖ്യമന്ത്രിമാരുടെ ശമ്പള വിവരങ്ങൾ ഏതൊരു സാധാരണക്കാരനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിമാസ ശമ്പളം കൈപ്പറ്റുന്ന ആദ്യത്തെ 10 മുഖ്യമന്ത്രിമാരുടെ വിവരങ്ങളിലേക്ക് നോക്കിയാൽ ഇതിലെ വലിയൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയാണ്. പ്രതിമാസം 4,10,000 രൂപയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ശമ്പള ഇനത്തിൽ മാത്രം എത്തിച്ചേരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഡൽഹി മുഖ്യമന്ത്രിയാണ്. പ്രതിമാസം 3,90,000 രൂപയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ശമ്പളം. മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 3,60,000 രൂപയും നാലാം സ്ഥാനത്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി 3,40,000 രൂപയും കൈപ്പറ്റുന്നു. അഞ്ചാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് 3,30,000 രൂപയാണ് പ്രതിമാസ വേതനം. തുടർന്നുള്ള സംസ്ഥാനങ്ങളിൽ യഥാക്രമം ഗുജറാത്ത് മുഖ്യമന്ത്രി 3,21,000 രൂപയും കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു 3,10,000 രൂപയും വാങ്ങുന്നു. എട്ടാം സ്ഥാനത്ത് ഹരിയാന മുഖ്യമന്ത്രി 2,88,000 രൂപയും ഒൻപതാം സ്ഥാനത്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി 2,72,000 രൂപയും വാങ്ങുമ്പോൾ പത്താം സ്ഥാനത്തുള്ള മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് 2,55,000 രൂപയാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് വൻകിട സംസ്ഥാനങ്ങളിലെ ഈ വമ്പൻ കണക്കുകൾ കണ്ട് ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന നമ്മൾക്ക് ഇനി നമ്മുടെ കാര്യം നോക്കാം. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും ഇടതുപക്ഷ ഭരണമാറ്റം സംഭവിച്ചതിനെക്കുറിച്ചും നിരന്തരം വാർത്തകൾ നിറയുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ശമ്പളം എത്രയായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശമ്പള പട്ടികയിലെ ആദ്യ 10 സ്ഥാനങ്ങളിൽ എവിടെയും കേരളമില്ല. നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരള മുഖ്യമന്ത്രിയുടെ പ്രതിമാസ ശമ്പളം അടിസ്ഥാന ശമ്പളവും വിവിധ അലവൻസുകളും ഉൾപ്പെടെ ആകെ 1,80,000 രൂപയാണ്. എന്നാൽ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വെറുമൊരു ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഈ തുകയിൽ മാത്രം ഒതുക്കുന്നതാണോ? ഒരിക്കലുമല്ല. ഈ തുകയ്ക്കപ്പുറത്തേക്ക് നിയമം വഴി ഒരു മുഖ്യമന്ത്രിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള വിപുലമായ ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായി പരിശോധിക്കുമ്പോഴാണ് അധികാരത്തിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത്. കേരളത്തിലെ സാലറീസ് ആൻഡ് അലവൻസ് ആക്ട് പ്രകാരം മുഖ്യമന്ത്രിക്ക് ശമ്പളത്തിന് പുറമെ നിരവധി ആനുകൂല്യങ്ങൾ പൂർണ്ണമായും സൗജന്യമായി സർക്കാർ ചെലവിൽ നൽകി വരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അതീവ സുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ലിഫ് ഹൗസാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. ഈ കൊട്ടാര സദൃശമായ മന്ദിരത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, വൈദ്യുത ബില്ലുകൾ, അന്തേവാസികൾക്കുള്ള സൗകര്യങ്ങൾ, തോട്ട നിർമ്മാണം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവയുടെ എല്ലാം ചെലവുകൾ പൂർണ്ണമായും വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ പ്രത്യേക രൂപകൽപ്പന ചെയ്ത അത്യാധുനിക ബുള്ളറ്റ് പ്രൂഫ് വാഹനവും ഡ്രൈവറും ഇന്ധനവും സർക്കാർ ചെലവിൽ നൽകുന്നു. ഇതോടൊപ്പം മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴികളിൽ സുരക്ഷയൊരുക്കാൻ പൈലറ്റ് വാഹനവും തൊട്ടു പിന്നാലെ എസ്കോർട്ട് വാഹനങ്ങളും സദാസമയവും സജ്ജമായിരിക്കും. കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓരോ യാത്രയും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നടത്തുന്ന വിമാന യാത്രകളുടെ ടിക്കറ്റ് നിരക്കുകൾ പൂർണ്ണമായും സർക്കാർ നേരിട്ടാണ് ഒടുക്കുന്നത്.
ട്രെയിൻ യാത്രകൾക്കായി രാജ്യത്തുടനീളം ഫസ്റ്റ് ക്ലാസ് AC കോച്ചുകൾ സൗജന്യമായി ഉപയോഗിക്കാം. സ്വന്തം ആവശ്യങ്ങൾക്കായി ഔദ്യോഗിക ടൂറുകളിൽ മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ചാൽ കിലോമീറ്ററിന് 15 രൂപ നിരക്കിൽ ക്ലെയിം ചെയ്യാം. കൂടാതെ സംസ്ഥാനത്തിനകത്തെ യാത്രകളിൽ പ്രതിദിനം 1000 രൂപയും പുറത്താണെങ്കിൽ 1500 രൂപയും DA ആയി ലഭിക്കും. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും, അതായത് പങ്കാളി, കുട്ടികൾ, ആശ്രയിച്ച് കഴിയുന്ന മാതാപിതാക്കൾ എന്നിവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് സമാനതകളില്ലാത്ത മെഡിക്കൽ പരിരക്ഷയാണ്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സകൾ പൂർണ്ണമായും സൗജന്യമാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളെയോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ ശുപാർശയോടെ വിദേശ രാജ്യങ്ങളിലെ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ടി വന്നാൽ അതിനായി ചെലവാക്കുന്ന മുഴുവൻ തുകയും സർക്കാർ പൂർണ്ണമായി വഹിക്കും. ഇതിന് സാമ്പത്തിക പരിധികളില്ല. കേരളത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്ന പദവിയേക്കാൾ ഒട്ടും പിന്നിലല്ല പ്രതിപക്ഷ നേതാവ് എന്ന പദവി. കാരണം പ്രതിപക്ഷത്തെ നയിക്കുന്ന വ്യക്തിയാണ്. ഭരണപക്ഷം തിരുത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. മുഖ്യമന്ത്രി ഭരണപക്ഷത്തിൻ്റെ തലവനാണെങ്കിൽ ജനാധിപത്യത്തിൽ അതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവിൻ്റേത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പ്രതിമാസം ലഭിക്കുന്ന ആകെ ശമ്പളം 97,429 രൂപയാണ്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന അതേ പദവിയും പ്രോട്ടോക്കോളും ശമ്പളവുമാണ് പ്രതിപക്ഷ നേതാവിനും നിയമം വഴി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ശമ്പളത്തിൻ്റെ കൃത്യമായ വിഭജനം പരിശോധിച്ചാൽ അത്ഭുതകരമായ ചില കണക്കുകൾ കാണാം. വെറും 2000 രൂപ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ശമ്പളം. ഇതിനൊപ്പം 38,429 രൂപ ക്ഷാമബത്തയായും തൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കായി 40,000 രൂപ മണ്ഡലം അലവൻസായും 17,000 രൂപ യാത്രാ അലവൻസായും ലഭിക്കുന്നു. ഇതെല്ലാം ചേരുമ്പോഴാണ് ആകെ തുക 97,429 രൂപയായി മാറുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നതിന് സമാനമായ വലിയൊരു പ്രോട്ടോകോൾ പരിരക്ഷ പ്രതിപക്ഷ നേതാവിന് ലഭ്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് നൽകുന്നതിന് തുല്യമായ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഔദ്യോഗിക മന്ദിരം താമസത്തിനായി ലഭിക്കുന്നു. ഇതിൻ്റെ വാടകയും പരിപാലനവും സർക്കാർ ചെലവിലാണ്. ഇന്ധനവും ഡ്രൈവറും ഉൾപ്പെടെ സർക്കാർ നൽകുന്ന ഔദ്യോഗിക വാഹനം പ്രതിപക്ഷ നേതാവിനും അനുവദിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി പൈലറ്റ്, എസ്കോർട്ട് വാഹനങ്ങളും കനത്ത പോലീസ് കാവലും ഇദ്ദേഹത്തിൻ്റെ യാത്രകൾക്കുമുണ്ടാകും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലും അണിയറയിലും വലിയൊരു സ്വാധീനം പ്രതിപക്ഷ നേതാവിനുണ്ട്. അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി 30ഓളം പേരടങ്ങുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കാൻ അധികാരമുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറിമാർ, അസിസ്റ്റന്റുമാർ, ഡ്രൈവർമാർ, കുക്കുമാർ എന്നിവരടങ്ങുന്ന ഈ വലിയ സംഘത്തിൻ്റെ ശമ്പളവും പെൻഷനും പൂർണ്ണമായും നൽകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നാണ്. മെഡിക്കൽ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും രാജ്യത്തിനകത്തോ പുറത്തോ നടത്തുന്ന ചികിത്സകളുടെ മുഴുവൻ ചെലവുകളും സർക്കാർ പൂർണ്ണമായും റീഇംബേഴ്സ് ചെയ്ത് നൽകും. മുഖ്യമന്ത്രി പദവിയും പ്രതിപക്ഷ നേതാവ് പദവിയും ഭരണം മാറുമ്പോഴോ അല്ലെങ്കിൽ 5 വർഷത്തെ കാലാവധി കഴിയുമ്പോഴോ ഈ പദവികളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു പോകുമ്പോൾ ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. ജനാധിപത്യം ഇവർക്ക് ആജീവനാന്ത സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. കേരള പേയ്മെൻറ്റ് ഓഫ് പെൻഷൻ ടു മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റർ ആക്ട് അനുസരിച്ചാണ് ഇവരുടെ വിരമിക്കലിന് ശേഷമുള്ള ജീവിതം സുരക്ഷിതമാക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭാംഗങ്ങൾ എന്ന നിലയിലാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. സഭയിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ഒരു മുൻ ജനപ്രതിനിധിക്ക് പ്രതിമാസം 20,000 രൂപ അടിസ്ഥാന പെൻഷനായി ലഭിക്കും. 2 വർഷത്തിൽ താഴെ മാത്രം സഭാംഗമായിരുന്നവർക്ക് 8,000 രൂപ പ്രതിമാസം മിനിമം പെൻഷൻ ലഭിക്കും. 5 വർഷത്തിനു മുകളിൽ സഭയിൽ തുടരുന്ന ഓരോ അധിക വർഷത്തിനും പ്രതിമാസ പെൻഷൻ തുകയിൽ 1000 രൂപ വീതം അഡീഷണലായി വർദ്ധിക്കും. എത്ര തവണ മുഖ്യമന്ത്രിയോ മന്ത്രിയോ MLAയോ ആയിരുന്നാലും പരമാവധി ലഭിക്കാവുന്ന പെൻഷൻ തുക പ്രതിമാസം 50,000 രൂപയായി നിയമം വഴി നിജപ്പെടുത്തിയിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കും. മുൻ അംഗങ്ങൾക്ക് 70 വയസ്സ് തികയുമ്പോൾ പ്രതിമാസ പെൻഷനോടൊപ്പം 3,000 രൂപയും 80 വയസ്സ് തികയുമ്പോൾ 3,500 രൂപയും അധികമായി അനുവദിക്കും. പദവി ഒഴിഞ്ഞ ശേഷവും ഇവർക്ക് യാത്ര ചെയ്യുന്നതിനായി സ്വന്തം വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനോ ട്രെയിൻ യാത്രകൾക്കോ ആയി വർഷത്തിൽ 1 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ട്രാവൽ അല്ലെങ്കിൽ ഫ്യൂവൽ കൂപ്പണുകൾ സർക്കാർ വകയായി ലഭിക്കും. ഇതോടൊപ്പം കൃത്യമായ പ്രതിമാസ മെഡിക്കൽ അലവൻസും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ശമ്പള കണക്കുകൾ അവസാനിക്കുന്നത് വളരെ രസകരമായ ഒരു രാഷ്ട്രീയ നിഗമനത്തിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ 1,85,000 രൂപ ശമ്പളവും പ്രതിപക്ഷ നേതാവിൻ്റെ 97,000-ലധികം രൂപ ശമ്പളവും അതിനൊപ്പം അവർക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വസതിയും പേഴ്സണൽ സ്റ്റാഫും പരിധിയില്ലാത്ത ചികിത്സാ ആനുകൂല്യങ്ങളും പെൻഷൻ വ്യവസ്ഥകളും ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതീവ വിപുലവും വലിയൊരു സാമ്പത്തിക ബാധ്യതയുമായി തോന്നാം. വണ്ടി ചെലവും വീട്ടുവാടകയും കണ്ടെത്താൻ പാടുപെടുന്ന പൊതുജനത്തിന് ഈ കണക്കുകൾ വലിയൊരു സംഖ്യ തന്നെയാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ
കഥയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഒളിഞ്ഞിരിക്കുന്നത് ഈ താരതമ്യങ്ങളിലാണ്. നമ്മൾ ഈ കണക്കുകളെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളുടെ ശമ്പളവുമായി ഒന്ന് ഒത്തുനോക്കിയാൽ ചിത്രം പൂർണ്ണമായി മാറും. പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രി വാങ്ങുന്ന 4,10,000 രൂപയോ, ഡൽഹിയിലെ മുഖ്യമന്ത്രി വാങ്ങുന്ന 3,90,000 രൂപയോ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കൈപ്പറ്റുന്ന 3,65,000 രൂപയോ ഒക്കെ വച്ച് നോക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ശമ്പളം എത്രയോ നിസ്സാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പകുതി തുക പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ജനാധിപത്യത്തിലെ ഈ വലിയ സസ്പെൻസ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ ഭരണാധികാരികളുടെ ശമ്പള കണക്കുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ മല പോലെ തോന്നാമെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വിശാലമായ ക്യാൻവാസിൽ ഇതൊരു ചെറിയ കുന്നിൻ പ്രദേശം മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.